നീ അങ്ങോട്ട് നോക്കി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വേറൊരു ഹോസ്റ്റേജിനെ വിട്ടത് അല്ലേ? അവരെടുത്ത ഹോസ്റ്റേജ് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് അവരുടെ പ്രോപ്പർ POV ഉണ്ട്, ആ പ്ലെയർ അവരുടെ VCയിൽ ഇരിപ്പുണ്ട്, അവർ ആ പ്ലെയർ കയറിയിരിക്കുന്നത് PC-യിൽ നിന്നാണ്. ഇത്രയുള്ളൂ. നിങ്ങൾ പറഞ്ഞ ക്ലെയിം, അതായത് അവര് VCയിൽ ഉണ്ടായിട്ട് മീൻസ് ഈ പറയുന്ന വ്യക്തി എന്തായിരുന്നു PC ഉണ്ടായിട്ടും വന്നില്ല എന്നുള്ളൊരു ക്ലെയിം ആയിരുന്നു. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് അവരുടെ ചോദിച്ചിട്ട് അവരുടെ POV വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് അവരുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ അവരൊരു ചാറ്റ് കാണിച്ചു തന്നായിരുന്നു ഈ പറയുന്ന കാര്യം പോലെ. അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അതെ ബിലാലിന്റെ ഫാമിലി ഗ്രൂപ്പിൽ അവൻ പ്രോപ്പറായിട്ടുള്ള ഇതും പ്രൂഫും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതായത് അവനവിടെ ഇല്ല, വീട്ടിലില്ല, വെളിയിലാണ്, അവന്റെ കസിന്റെ മാരേജ് ആയിട്ട് വെളിയിലാണെന്നുള്ള സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെരിഫൈ ചെയ്ത് അതിന്റെ ജെനുവിറ്റി മനസ്സിലായതുകൊണ്ട് ഈ പറയുന്ന പോലെ അത് അവര് മനഃപൂർവ്വം വരാതിരുന്ന അല്ലാത്തൊരു കാര്യം സർവശേഷം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തെ ചോയ്സ് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോയ്സ് നിങ്ങൾക്കാണ്. നാളത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ പ്രീവാർ ഷെഡ്യൂൾ ചെയ്യാം. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ സർവീസ് സൈഡ് എൻഡ് ചെയ്തിട്ട് കൂൾ ഡൗൺ വീഴും രണ്ടുപേർക്കും 3 ദിവസത്തേക്ക്. അത് നമ്മുടെ സൈഡിൽ നിന്ന് കണ്ടിന്യൂ ആക്കുന്നില്ല. ഒരു കൈവതം നാറ്റിക്കരുത്.